നാളെ സത്യപ്രതിജ്ഞ നടക്കാനിരിക്കെ ദില്ലി കനത്ത സുരക്ഷാ വലയത്തിൽ. പ്രധാനമന്ത്രിയായി മൂന്നാം വട്ടം നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യാൻ ഒരുങ്ങുകയാണ്. കനത്ത സുരക്ഷാ വലയത്തിലാണ് ദില്ലിയും പരിസര പ്രദേശങ്ങളും. രാഷ്ട്രപതി ഭവനിൽ വെച്ച് പ്രസിഡന്റ് ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ ദില്ലിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ വൈകിട്ട് 7:15 ചടങ്ങുകൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കളുണ്ടാകും. അതിനു പുറമെ അഭിഭാഷകർ, ഡോക്ടർമാർ, കലാ കായിക രംഗത്ത് നിന്നുള്ളവർ, സാംസ്കാരിക പ്രവർത്തകർ, വ്യവസായികൾ, വികസിത ഭാരത അംബാസഡർമാർ, കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ, ട്രാൻസ്ജെൻഡേഴ്സ്, വനവാസി യുവതികൾ, ശുചീകരണ തൊഴിലാളികൾ, പത്മ പുരസ്കാര ജേതാക്കൾ, വിവിധ മത നേതാക്കൾ, വന്ദേ ഭാരത് മെട്രോ ട്രെയിൻ പദ്ധതികളുടെ ഭാഗമായവർ, റെയിൽവേ ജീവനക്കാർ തുടങ്ങിയവർക്കും ചടങ്ങിലേക്ക് ക്ഷണമുണ്ട്. പുതിയ പാർലമെന്റ് മന്ദിരം ഉൾപ്പെടുന്ന സെൻട്രൽ വിസ്തയുടെ നിർമ്മാണത്തിൽ പങ്കാളികളായ തൊഴിലാളികൾക്കും പ്രത്യേക ക്ഷണമുണ്ട്. സമൂഹത്തിന്റെ എല്ലാ മേഖലയിൽ നിന്നുമുള്ളവർക്കായി പ്രത്യേക സ്ഥാനം ചടങ്ങിൽ ഉണ്ടാകുമെന്നും വിഐപികൾക്കും വിവിഐപികൾക്കും മാത്രം ക്ഷണം നൽകുന്ന കാലം മാറി എന്നും ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ടിൽ പറയുന്നു. പരിപാടിക്ക് മുന്നോടിയായി ത്രിതല സുരക്ഷാ സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. രാഷ്ട്രപതി ഭവൻ, കർത്തവ്യപഥ് തുടങ്ങിയവയ്ക്ക് പുറമെ ക്ഷണിതാക്കൾക്ക് താമസ സൗകര്യം ഒരുക്കിയിരിക്കുന്ന താജ്, മൗര്യ, ലീല, ഓബ്രോയ് ഹോട്ടലുകളും കനത്ത സുരക്ഷാ വലയത്തിലാണുള്ളത്. വ്യോമസേനയും പ്രദേശത്ത് നിരീക്ഷണം ശക്തമാക്കിയിരിക്കുന്നു. രാജ്യ അതിർത്തികളിലും വിവിധ ചെക്ക് പോസ്റ്റുകളും പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. പ്രത്യേക കൺട്രോൾ റൂമുകളും പലയിടങ്ങളിലായി സജ്ജീകരിച്ചിട്ടുണ്ട്. മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ദില്ലി പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ രാഷ്ട്രപതി ഭവനിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നാളെ നടക്കുന്ന മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വിദേശ നേതാക്കൾ ഉൾപ്പെടെ 8000-ഓളം വിശിഷ്ടാതിഥികളിൽ സ്ഥാനം പിടിച്ച ഒരു മലയാളിയുണ്ട്. ദക്ഷിണ റെയിൽവേ ലോക്കോ പൈലറ്റ്, ചെന്നൈ ഡിവിഷനിലെ സീനിയർ അസിസ്റ്റന്റുമായ, നിലവിൽ വന്ദേ ഭാരത് പ്രീമിയം ട്രെയിനുകൾ ഓടിക്കുകയും ചെയ്യുന്ന ഐശ്വര്യ എസ് മേനോനാണ് ക്ഷണിക്കപ്പെട്ട 10 ലോക്കോ പൈലറ്റുമാരിൽ ഒരാൾ. സെൻട്രൽ റെയിൽവേയിലെ ആദ്യ വനിതാ ലോക്കോ പൈലറ്റ് സുരേഖ യാദവിനും നാളെ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ട്. വെസ്റ്റ് സെൻട്രൽ റെയിൽവേ, നോർത്ത് ഈസ്റ്റേൺ റെയിൽവേ, സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ, സൗത്ത് സെൻട്രൽ റെയിൽവേ, സൗത്ത് വെസ്റ്റേൺ റെയിൽവേ, നോർത്തേൺ റെയിൽവേ, നോർത്ത് ഫ്രണ്ടിയർ റെയിൽവേ എന്നിവിടങ്ങളിൽ നിന്നുള്ള ലോക്കോ പൈലറ്റുമാരും അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റുമാരും ചടങ്ങിന് ക്ഷണം ലഭിച്ചവരിൽ പെടുന്നു. നാളെ വൈകിട്ട് 7:15 പ്രധാനമന്ത്രിക്കും കേന്ദ്രമന്ത്രിസഭയിലെ മറ്റംഗങ്ങൾക്കും രാഷ്ട്രപതി സത്യവാചകം ചൊല്ലിക്കൊടുക്കും. മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയ്സു, ബംഗ്ലാദേശ്, ശ്രീലങ്ക, ഭൂട്ടാൻ, നേപ്പാൾ, മൗറീഷ്യസ്, സീഷെൽസ് എന്നീ രാജ്യങ്ങളിലെ നേതാക്കളും സത്യപ്രതിജ്ഞാ ചടങ്ങിനായി എത്തും. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന, ശ്രീലങ്കൻ പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗെ, നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പ കമൽ ദഹാൽ പ്രചണ്ഡ എന്നിവർ പങ്കെടുക്കുന്ന വിവരം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. മുയ്സു ചടങ്ങിനായി എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. മുയ്സു പങ്കെടുക്കുകയാണെങ്കിൽ ഇന്ത്യ മാലദ്വീപ് ഉഭയകക്ഷി ബന്ധത്തിലെ വിള്ളലിന് ശേഷമുള്ള ആദ്യ സന്ദർശനം എന്ന നിലയിലും ഇത് ശ്രദ്ധേയമാകും. പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യയിൽ 3 തവണ പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്നത്. നെഹ്റുവിന് ശേഷം ഈ നേട്ടം സ്വന്തമാക്കുന്ന വ്യക്തിയാണ് 73-കാരനായ നരേന്ദ്രമോദി. ആസാദി കാ അമൃത് മഹോത്സവത്തിന് ശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പാണിത്. 3ാം തവണയും NDA സർക്കാരിന് രാജ്യത്തെ സേവിക്കാൻ ജനങ്ങൾ അവസരം നൽകി. കഴിഞ്ഞ 2 തവണത്തെയും പോലെ വൻപിച്ച മുന്നേറ്റം നടത്തുമെന്ന് രാജ്യത്തെ ജനങ്ങൾക്ക് നരേന്ദ്രമോദിയുടെ ഉറപ്പ്. NDA ഭരണത്തിൽ രാജ്യം വളരെ മുന്നോട്ട് പോയ 10 വർഷങ്ങളാണ് നാം കണ്ടത്. എല്ലാ മേഖലയിലും മാറ്റം പ്രകടമാണ്. 25 കോടി ജനങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറിയത് ഓരോ ഇന്ത്യക്കാരനും സമ്മാനിച്ചത് അഭിമാന നിമിഷമാണ്. തുടർന്നുള്ള കാലഘട്ടത്തിലും തുടർന്നുള്ള ഭരണകാലത്തും വികസന പാതയിൽ തന്നെ ആയിരിക്കും ഈ സർക്കാർ എന്ന ഉറപ്പ് നരേന്ദ്രമോദി നൽകുന്നു.